അപ്പോൾ ഒരു ക്യാരക്ടർ നിൽക്കുന്ന സമയത്ത് അത് രണ്ട് ഫോമിലാണ്. അപ്പൊ കന്നഡ എന്നൊക്കെ പറയുമ്പോൾ അവർ കുറച്ച് എക്സ്ട്രീം ഇതായിട്ട് ഒരു ക്യാരക്ടർ കുറച്ച് എക്സ്ട്രീം ലെവലിലായിരിക്കും. അവരുടെ കൾച്ചേഴ്സ് എപ്പോഴും എന്താ പറയുക നിർത്താനായിട്ടും അവരുടെ ക്യാരക്ടേഴ്സ് എപ്പോഴും പോർട്രേറ്റ് ചെയ്യുന്ന ലെവലിലാണ് അത് ചെയ്യാറുള്ളത്. അപ്പൊ ഇപ്പൊ കാന്താരൊക്കെ ആയാലും അതുപോലത്തെ സ്റ്റോറീസ് ആണ്. അപ്പം ഈ സിനിമ ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ ചെയ്യണം, അതേ സമയത്ത് കന്നഡയിലും ചെയ്യണം. അപ്പൊ കന്നഡ അറിയാമെങ്കിൽ പോലും ആ ക്യാരക്ടർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് അതെങ്ങനെ ഒരു ആക്ടർ എന്ന ലെവലിൽ താങ്ക് യു. ഇതിലിപ്പോ ജോൺ അതിന്റെ ഒരു കാര്യം പറഞ്ഞു തോന്നുന്നു. കാരണം ഇത് സിനിമയിലുള്ള വ്യത്യാസം എന്ന രീതിയിലല്ല നമ്മൾ ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെ നാട്ടിലെ പല ആൾക്കാരുടെയും ബിഹേവിയർ, നമ്മളടുത്ത് സംസാരം അവിടെ പോയാലും ഇപ്പോൾ ബാംഗ്ലൂർ പോയാലും അല്ലെങ്കിൽ മംഗലാപുരത്ത് പോയാലും നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടായാലും അവർ സംസാരിക്കുന്നത് ഇവിടുത്തെ സംസാരിക്കുന്ന പോലെയല്ല, കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് പരമാവധി അത് ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ അവിടുത്തെ ആക്ടേഴ്സിൻ്റെയും ഡയറക്ടറിനെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ലാംഗ്വേജ് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ലാംഗ്വേജിലുള്ള ഇത് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇത് ഓക്കെ ആണോ, ഇതാണോ എൻ്റെ ഒരു പരിപാടി എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ നേരെ തിരിച്ച് പ്രദീപ് നമ്മൾ മലയാളം ചെയ്യുമ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ ചെയ്യാൻ പറ്റിയിരിക്കുക. പ്രദീപ് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ഓക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടുത്തെ ഒരു പരിപാടി എന്താണെന്നുള്ളത്. അത് സിനിമയുടെ മീറ്റർ അല്ല. നമ്മൾ പലപ്പോഴും പറയും തമിഴ് സിനിമയിലാണെങ്കിൽ ഇങ്ങനെ, കന്നഡ സിനിമയിലാണെങ്കിൽ, തെലുങ്ക് സിനിമയിലാണെങ്കിൽ ഭയങ്കരം. ഇത് എനിക്ക് തോന്നുന്നത് ഓരോ നാടുകളിൽ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ അവരുടെ ജസ്റ്റേഴ്സ് ഭയങ്കര കുറവാണ്. അത് അവര് സാധാരണ സംസാരിക്കുമ്പോഴേ, ഞാനിപ്പോൾ വെറുതെ സംസാരിക്കുമ്പോഴേ എനിക്ക് ജസ്റ്റേഴ്സ് വരും. അപ്പോൾ അത് ആക്ടിങ് അല്ല, അത് അവിടുത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് അവിടുത്തെ കൾച്ചറും അവിടുത്തെ കാര്യങ്ങളും കിടക്കുന്നത്. അപ്പോൾ ഈ കൾച്ചറിൽ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ ആൾക്കാരിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ പരമാവധി ഒബ്സർവ് ചെയ്ത് വിത്ത് ഇനഫ് സപ്പോർട്ട് ഫ്രം കോ ആക്ടേഴ്സ് ആൻഡ് ദ ഡയറക്ടർ നമ്മൾ അതിൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. ജോൺ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് ഭാഷയിലും ഞാൻ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് രണ്ടും ഇപ്പോൾ ഞാൻ തമിഴ് കന്നഡയിൽ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലവിൻ്റെ റീമേക്ക് ഗോകുലം ചെയ്ത വേഷം ഞാനാണ് ചെയ്തത്, ഹാപ്പിലി മാരീഡ് എന്ന് പറഞ്ഞ പടത്തിൽ. ഇതെൻ്റെ രണ്ടാമത്തെ കന്നഡ പടമാണ്. തമിഴും കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ചെയ്യുമ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മീറ്റർ കുറച്ചൊക്കെ ഒരു ചെറിയ മുൻധാരണ ഉണ്ട്. ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യും. ചിലപ്പോൾ അവർ പറയുമല്ല നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുംകി എന്നുള്ള പടം ചെയ്യുമ്പോൾ പ്രഭു സോളമൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു നോട്ടം നോക്കിയപ്പോൾ എൻ്റെ പുരികം പൊങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പ്രഭു സാറ് ചോദിച്ചു, എന്തിനാ എതുക്ക് സാർ നിങ്ങൾ അപ്പടിയെ പുരികം അപ്പടി പണിങ്ക, അത് വേണം സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു തമിഴല്ലേ, കുറച്ച് കൂടുതൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാന്ന് പറഞ്ഞു. அப்போ புள்ளி பண்ணி இல்லை உங்களை கூப்பிட்டதே சார் நீங்கள் வந்து அங்கே பண்ணுற அதே மீட்டர் எனக்கு வேணும்னு சொல்லிட்டு தான் அங்கே கூப்பிட்டாங்க. அப்போ எதுக்கு நீங்கள் நம்ம மீட்டரில் போக வேண்டாம் சார், நீங்கள் உங்கள் மீட்டரிൽ பண்ணுங்க അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താ വേണ്ടത്, അവർക്ക് എന്താ വേണ്ടത് കൃത്യമായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ അവിടുന്ന് തരുമ്പോൾ നമുക്കത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അത് കിട്ടി നമുക്ക് എല്ലാവർക്കും. സംഗതി നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡബിൾ എഫേർട്ട് ആയിരുന്നെങ്കിലും അതിലൊരു വേറെ രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു കിക്ക് ഉണ്ടായിരുന്നു. അത് താങ്കൾ ചോദിച്ച പോലെ തന്നെ നമുക്കത് എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നൊരു ഡൗട്ട് തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴും അത് ശരിയാവുമ്പോഴും നമ്മൾ മോണിറ്ററിൽ 2 ഷോട്ട് കാണുമ്പോഴും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം കാണുമ്പോഴും നമുക്ക് നമ്മളോട് തന്നെ കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരു സുഖം കിട്ടുന്നൊരു പരിപാടിയായിരുന്നു. ഓക്കെ, താങ്ക് യു.